ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നിന്നും സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിലെ ഫസ്റ്റ് ലെഗിൽ ഒളിമ്പിക് മോൺച്യുക് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന മത്സരത്തിൽ ഹാൻസി ഫ്ലിക്കിൻ്റെ ബാഴ്സലോണ കൊവാച്ചിൻ്റെ ബൊറൂഷ്യ ഡോട്ട്മണ്ടിനെ 4-0 എന്നുള്ള സ്കോർ ലൈനെ തകർത്ത് തരിപ്പണമാക്കിയതിനെ കുറിച്ചിട്ടാണ് ആ കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഫ്ലിക്കിൻ്റെ ബാഴ്സലോണ സെമി ഫൈനലിലേക്ക് എത്തിക്കഴിഞ്ഞു. ശരിയാണ്, ഇനിയും ഒരു ലെഗ് കൂടി ബാക്കിയുണ്ട്. അത് നടക്കാൻ പോകുന്നത് ബൊറൂഷ്യ ഡോട്ട്മണ്ടിൻ്റെ ഹോമിൽ വെച്ചിട്ടാണ്, സിഗ്നൽ ഇഡൂന പാർക്കിൽ വെച്ചിട്ടാണ്, യെല്ലോ വോളിന് മുമ്പിൽ വെച്ചിട്ടാണ്. പക്ഷേ നിങ്ങളിൽ എത്ര ശതമാനം ആളുകൾ വിചാരിക്കുന്നുണ്ട് ഈ ബൊറൂഷ്യ ഡോട്ട്മണ്ട് ടീമിന് ഈ ബാഴ്സലോണ സൈഡിനെതിരെ ഒരു കംബാക്ക് നടത്താൻ സാധിക്കുന്നുള്ളത്? സെക്കൻഡ് ലെഗിൽ ഫുട്ബോളാണ്, എന്തും സംഭവിക്കാം. അത്തരത്തിലുള്ള ക്ലീഷേ ഡയലോഗും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റുമെങ്കിലും ഒരു കംബാക്കിനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. അതായത് ഇനി ഒരു പക്ഷേ ബാഴ്സലോണയ്ക്ക് തുടക്കത്തിൽ തന്നെ ഒരു റെഡ് കാർഡ് കിട്ടിയെന്ന് വിചാരിച്ചോ, അങ്ങനെ 10 വരെ ചുരുങ്ങേണ്ട ഒരു സിനാരി ഉണ്ടായെന്ന് വിചാരിച്ചോ. എന്നാൽ പോലും ബാഴ്സലോണ ഈ ടൈ കൊണ്ട് തോലയ്ക്കില്ല. ഇത് ഹാൻസി ഫ്ലിക്കിൻ്റെ ബാഴ്സലോണയാണ്. നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ള ഹിസ്റ്ററിയിൽ ബാഴ്സലോണയെ യൂറോപ്പിൽ കണ്ടിട്ടുള്ളത് എന്താണ്? ഇത്തിരി അടിയറവ് പറയുന്ന കൂട്ടത്തിലുള്ളൊരു ക്ലബ്ബായിട്ടാണ്, അല്ലെങ്കിൽ ബോട്ടിൽ ചെയ്യുന്ന കൂട്ടത്തിലുള്ളൊരു ക്ലബ്ബായിട്ടാണ്. അത്തരത്തിലുള്ള ബോട്ടിലിങ്ങിൻ്റെ അത്തരത്തിലുള്ള ഡിബാക്കിളുകളുടെ കുറേ കഥകൾ നമുക്ക് പറയാനുണ്ട്. 2014-15 സീസണിലാണ് അവർ അവസാനമായിട്ട് ചാമ്പ്യൻസ് ലീഗ് കിരീടം ഉയർത്തിയിട്ടുള്ളത്, അല്ലേ? അതിനുശേഷം ലൂച്ചോയുടെ കീഴിൽ ആ കിരീടം ഉയർത്തിയതിന് ശേഷം അവർക്ക് ഒരുപാട് യാതനകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് യൂറോപ്പിൽ. ഇതുവരെ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല അവർ ഒരൊറ്റത്തവണ മാത്രമേ പിന്നീട് സെമി ഫൈനലിലേക്ക് എത്തിയിട്ടുള്ളൂ. അതാണെങ്കിലോ വല്ലാത്തൊരു സെമി ഫൈനലായിരുന്നു. ലിവർപൂളിനെതിരെ ആൻഫീൽഡിൽ ഉത്തരം മുട്ടിപ്പോകുന്ന ബാഴ്സലോണയെ നമുക്ക് കാണാൻ സാധിച്ചത്, നാണം കെട്ടു പോകുന്ന ബാഴ്സലോണയെ നമുക്ക് കാണാൻ സാധിച്ചത്. ഫസ്റ്റ് ലെഗിൽ ക്യാമ്പ് ന്യൂവിൽ 3-0 വിജയിച്ച് മെസ്സിയൊക്കെ മാസ്റ്റർ ക്ലാസ്സൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മത്സരത്തിൻ്റെ സെക്കൻഡ് ലെഗിൽ വല്ലാത്ത രീതിയിൽ അവർ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, അല്ലേ? പിന്നീട് അതിലും വലിയ ഹ്യൂമിലിയേഷൻ ബയർ മ്യൂണിക്കിനെതിരെ, അതും ഈ ഹാൻസി ഫ്ലിക്കിൻ്റെ ബയർ മ്യൂണിക്കിനെതിരെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ക്വാർട്ടർ ഫൈനൽ സ്റ്റേജിൽ 8-2 അവർ പരാജയപ്പെട്ടുള്ളത്, അല്ലേ? അതൊക്കെ വല്ലാത്ത നാണക്കേടാണ് ബാർസലോണ പോലെയുള്ള ഒരു ക്ലബിനെ സംബന്ധിച്ചിടത്തോളം, അത്രയും ചരിത്രം പറയാനുള്ള ക്ലബിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ കഴിഞ്ഞ സീസണിൽ ചാമ്പ്യൻസ് ലീഗിൽ ക്വാർട്ടർ ഫൈനലിലേക്ക് അവർക്ക് എത്താൻ സാധിച്ചു. പക്ഷേ PSG-യുടെ റെമോൺടാഡ കാണേണ്ടി വന്നു. അരൂഹോക്ക് റെഡ് കാർഡ് കിട്ടിപ്പോകുന്നത് കാണേണ്ടി വന്നു. അതിന് തൊട്ട് മുമ്പത്തെ 2 സീസണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് സ്റ്റേജിൽ ബാഴ്സലോണ എക്സിറ്റ് ആകുന്നതാണ് നമ്മൾ കണ്ടുള്ളത്. പിന്നീട് യൂറോപ്പ ലീഗിലേക്ക് എത്തിയിട്ട് അവിടെ നിന്നും ഒന്നും ചെയ്യാൻ പറ്റാത്ത ബാഴ്സലോണ നമ്മൾ കാണുകയാണ്. അതായത് യൂറോപ്പിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതിന് മുമ്പത്തെ സീസണിലോ റൗണ്ട് ഓഫ് 16 PSG-ക്കെതിരെ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ പല ക്വാർട്ടർ ഫൈനൽ എക്സിറ്റുകൾ, അത് തന്നെ റോമയ്ക്കെതിരെ നേരിട്ട ആ ഒരു ഹ്യൂമിലിയേഷൻ, ആ ഒരു ബോട്ട്ലിംഗ് ജോബ്, അതേപോലെ തന്നെ യുവൻറ്റസിനെതിരെ പരാജയപ്പെട്ടു പോകുന്നു, പിന്നെ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അതേ രീതിയിൽ ഒരുപാട് യാതനകൾ യൂറോപ്പിൽ ബാഴ്സലോണ ആരാധകർ അനുഭവിച്ചിട്ടുണ്ട്. 14-15 സീസണിൽ ചാമ്പ്യൻസ് ലീഗ് കിരീടം ഉയർത്തിയതിന് ശേഷം. അതായത് ലൂച്ചോ പോകുന്നു, വാൽവർദെ വരുന്നു, സെറ്റിയൻ വരുന്നു, കോമൻ വരുന്നു, ഷാവി വരുന്നു. ആർക്കും സാക്ഷാൽ ലിയണൽ മെസ്സി ഉണ്ടായിട്ട് പോലും ഒരു തരത്തിലുള്ള ഇമ്പാക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു ഭയമോ ഓപ്പോസിറ്റ് ടീമുകളുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല അവരിങ്ങനെ നിരന്തരം ഹ്യൂമിലിയേഷൻസ് നേരിടുമായിരുന്നു. ലൂച്ചോ ആ കിരീടം ഉയർത്തി കൊടുത്തതിന് ശേഷം ആ ഒരു എന്താ പറയുക, ആ ഫിയർ ഫാക്ടർ ബാഴ്സലോണ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതങ്ങോട്ട് കംപ്ലീറ്റ്ലി നഷ്ടപ്പെട്ടു പോകുന്നു. ഇപ്പോൾ വീണ്ടും ഹാൻസി ഫ്ലിക്ക് ഒരു ഭയം ഒപ്പോസിഷൻ ടീമുകളിൽ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്, അല്ലേ? ഒപ്പോസിഷൻ ടീമുകളുടെ ഗെയിം പ്ലാനിൽ, അവരുടെ ഗ്രൗണ്ടിലെ റിയാക്ഷനുകളിൽ, അവരുടെ കണ്ണുകളിൽ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ഭയമുണ്ട്. അത്തരത്തിലുള്ള ഒരു ടീമാക്കി മാറ്റിയിരിക്കുകയാണ് ഹാൻസി ഫ്ലിക്ക് എന്ന് പറയുന്ന ഈ ജർമ്മൻ മാനേജർ. എത്ര നാളായിട്ടുണ്ടാവും ബാഴ്സലോണ ആരാധകർ ക്വാർട്ടർ ഫൈനലിൽ ഫസ്റ്റ് ലെഗ് മത്സരം കഴിഞ്ഞപ്പോൾ വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് ഇങ്ങനെ ചിരിച്ചിരിക്കുകയാണ്. നമ്മൾ സെമി ഫൈനലിൽ എത്തി, വെറുതെ ഇങ്ങനെ പറയാം സെക്കൻഡ് ലെഗ് ഉണ്ട് എന്നുള്ളതൊക്കെ, ഹമ്പിളായിട്ട് കാര്യങ്ങളൊക്കെ പറയാം. പക്ഷേ ആ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ടൈ തീർന്നു കഴിഞ്ഞു, സെമി ഫൈനലിലേക്ക് എത്തി എന്നുള്ളത്. ഇത് എന്നാണ് നിങ്ങൾ അവസാനം പറഞ്ഞിട്ടുണ്ടാവുക? നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ. എന്നായിരിക്കും? ഈ അടുത്തൊന്നും പറഞ്ഞതായിട്ട് ഉണ്ടാവും എന്നുള്ളത് എൻ്റെ ഓർമ്മയിലില്ല. അപ്പോൾ ലിയണൽ മെസ്സിയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കളി കണ്ടിട്ടുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം ആ കോൺകകാഫിൻ്റെ പിന്നെ മത്സരം ഉണ്ടായിരുന്നല്ലോ, കപ്പ് മത്സരം, ഇന്റർ മയാമിക്ക് വേണ്ടിയിട്ട് ആൾ സെക്കൻഡ് ലെഗിൽ ഒരു ഗ്രേറ്റ് പെർഫോമൻസ് പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഫാന്റാസ്റ്റിക് ഗോൾ അടിച്ചിട്ടുണ്ട്. ഒരു പിന്നെ പെനാൽറ്റി ഗോൾ അടിച്ചിട്ടുണ്ട്. ലോറിസ് തന്നെയാണ് കീപ്പറായിട്ടുണ്ടായിരുന്നത്. ആളൊരു അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു കില്ലർ പെർഫോമൻസ് മെസ്സിയുടെ ഭാഗത്ത് നമ്മൾ കണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്റർ മയാമി ആ കോമ്പറ്റീഷൻ്റെ സെമി ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷേ മെസ്സി ചിലപ്പോൾ ബാഴ്സലോണയുടെ കളിയൊക്കെ കണ്ടിട്ട് ഫ്ലിക്കിൻ്റെ ടീമിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും, പാണ്ടറങ്ങാനായിട്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു ടീമിനെ കിട്ടിയില്ലല്ലോ എന്നുള്ളത്. കാരണം നമുക്കറിയാം
മെസ്സിയുടെ ബാഴ്സലോണയിലുള്ള അവസാന സമയമൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം മെസ്സി ആ ടീമിനെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോയിരുന്നു അല്ലേ. ആൾക്ക് വല്ലാത്ത രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല, ഒറ്റയ്ക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് പോവുകയാണ്. പക്ഷേ എത്രത്തോളം ഒരു മനുഷ്യന് ഡ്രാഗ് ചെയ്ത് പോകാൻ പറ്റും, അതിന് ലിമിറ്റേഷൻസ് ഇല്ലേ. ഒരു ടീമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയല്ലേ. അതിപ്പോൾ മെസ്സി അർജൻറ്റീനയിൽ ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്, ആ ടീമായിട്ട് പിന്നെ അർജൻറ്റീന പ്രവർത്തിക്കുന്നതും അതിലൊരു ഒരു ഫോക്കൽ പോയിൻ്റായിട്ട് ചങ്ങായിരിക്കുന്നതും. പക്ഷേ ഇവിടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസാന സമയം കുറേ വേസ്റ്റ്ഫുള്ളായിട്ടുള്ള വർഷങ്ങളായിരുന്നു. ബാർത്തമയുടെ പരിപാടികളൊക്കെ അതിലുണ്ട്. പക്ഷെ എന്തായാലും മെസ്സി എൻജോയ് ചെയ്തിട്ടുണ്ടാവും. ഇന്റർ മയാമിക്ക് വേണ്ടിയിട്ടൊരു കിടിലൻ പെർഫോമൻസ് പുൾ ഓഫ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ എന്തായാലും എന്താ പറയുക, മെസ്സി മാത്രമായിരുന്നൊരു ഹോപ്പ് ഉണ്ടായിരുന്നത് ബാഴ്സലോണയ്ക്ക് കുറച്ച് നാളുകളായിട്ട്, ഈവൻ യൂറോപ്പിൽ. ഇപ്പം അങ്ങനെയല്ല, ഇതൊരു ടീമാണ്. ഈ ടീമാണ് പ്രതീക്ഷ കൊടുക്കുന്നത്. ഹാൻസി ഫ്ലിക്കാണ് പ്രതീക്ഷ കൊടുക്കുന്നത്. അത് ചെറിയൊരു കാര്യമല്ല. പിന്നെ സെമി ഫൈനലിൽ ബയറാണോ ഇന്റർ മിലാനോ എത്തുക എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. പക്ഷേ ഇന്റർ മിലാൻ എത്തിക്കഴിഞ്ഞാൽ ബാഴ്സലോണയ്ക്ക് അതൊരു എടങ്ങറ് പിടിച്ച ഫിക്സറായിരിക്കും, നല്ല എടങ്ങറ് പിടിച്ച ഫിക്സറായിരിക്കും. ബയറാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ബാഴ്സലോണയ്ക്ക് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇന്റർ മിലാൻ ആണെങ്കിൽ ഞാനപ്പോൾ അതിൻ്റെ പ്രിവ്യൂ സംസാരിക്കാം. എന്തായാലും ഈ ടീം സ്പെഷ്യലാണ്. ഈ ടീമിന് പ്രശ്നങ്ങളില്ലാത്ത ടീമൊന്നുമല്ല. പ്രശ്നങ്ങൾ ഇന്നലത്തെ മത്സരത്തിൽ നമുക്ക് കാണാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. വൾണറബിലിറ്റീസ് ഉണ്ട് ഈ സൈഡിൽ. ഡോട്ട്മുണ്ടിന് ഫസ്റ്റ് ഹാഫിൽ തന്നെ പിന്നെ ഒരു ഗോളെങ്കിലും മിനിമം അടിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. 1-2 ഗോളുകൾ അവർക്ക് അടിക്കാമായിരുന്നു. പക്ഷേ അത് അവർക്ക് മുതലെടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഇങ്ങനെ ബാഴ്സലോണ പോലെയുള്ള ഒരു സൈഡിനെതിരെ ചാൻസ് കിട്ടിയിട്ട് അടിച്ചിട്ടില്ലെങ്കിൽ അവന്മാർ പണിഷ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പണിഷ് ചെയ്യും. അപ്പോൾ അത് തന്നെയാണ് സെക്കൻഡ് ഹാഫിൽ നമുക്ക് കാണാൻ സാധിച്ചത് അല്ലേ. ഒരു വല്ലാത്തൊരു ബ്രേവായിട്ടുള്ള യൂണിറ്റാണ്. അതായത് നമുക്കറിയാം, ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, ഭയങ്കരമായിട്ട് റോബോട്ടിക് ആയിക്കൊണ്ടിരിക്കുകയാണ് ഫുട്ബോൾ അല്ലേ, മോഡേൺ ഫുട്ബോൾ. പ്രത്യേകിച്ച് പ്രീമിയർ ലീഗിലൊക്കെ പല മത്സരങ്ങളും ആ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സീസണിൽ ഹാൻസി ഫ്ലിക്കിൻ്റെ ടീം കാഴ്ചവെച്ചിട്ടുള്ള ഒരു ഫുട്ബോൾ ഉണ്ട്. അതേപോലെ തന്നെ ലൂച്ചോയുടെ PSG, ഇവരൊക്കെ പ്രദർശിപ്പിക്കുന്ന ഒരു ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര കാണാൻ രസമുള്ള, ബാഴ്സലോണ ആരാധകർക്ക് എന്തായാലും ഒബ്വിയസ്ലി മനസ്സിന് സുഖം കൊടുക്കുന്ന തരത്തിലുള്ള ഫുട്ബോളാണ്. ന്യൂട്രൽസുകളും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടാകും. ഒബ്വിയസ്ലി ഫുട്ബോളിൽ ഹേറ്റഡും ഫുട്ബോളിൽ റൈവൽറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഞാൻ വീണ്ടും പറയാണ്, ഫുട്ബോളിൽ റൈവൽസേ ഉള്ളൂ, ശത്രുക്കളില്ല എന്നുള്ളത്. പക്ഷേ അവരുടെ ഫുട്ബോൾ എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവമാണെന്നുള്ളത് നമുക്ക് അംഗീകരിക്കാതെ പറ്റില്ല എന്നുള്ളതാണ്. കാണാൻ ഭയങ്കര രസമാണ്. അതിൽ അറ്റാക്കേഴ്സിന് ഫ്രീഡം കാര്യങ്ങളുണ്ട്, എന്നാലോ സ്ട്രക്ചർ ഉണ്ട്. സ്ട്രക്ചർ ഇല്ലാത്ത പരിപാടിയൊന്നുമല്ല, ഒരു സിസ്റ്റം ഉണ്ട്. ആ ഹൈലൈനും പരിപാടിയുണ്ട്. ആ ഹൈലൈൻ എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഹൈ റിസ്ക് ഹൈ റിവാർഡ് പരിപാടിയാണ്, നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഹൈ ലൈൻ കീപ്പ് ചെയ്യുന്നു, ഹൈ റിസ്ക് എടുക്കുന്നു. അപ്പം പ്ലേയേഴ്സിൻ്റെ ഫ്ലെയർ നമ്മൾ കാണാനാണ്. റഫീനിയുടെ ഫ്ലെയർ, ലമീൻ യമാലിൻ്റെ ഫ്ലെയർ, പെഡ്രിയുടെ ഫ്ലെയർ, ഫ്രങ്കിയുടെ ഫ്ലെയർ. ഒപ്പം ലെവൻഡോസ്കി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഗോൾ എങ്ങനെയാണ് അടിക്കുക എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. ശരിയാണ്, പഴയ എഫിഷ്യൻസി അദ്ദേഹത്തിന് ഇല്ല എന്ന് നമ്മൾ വാദിക്കുമ്പോഴും ഓൾറെഡി 40 ഗോളുകൾ ചങ്ങായി അടിച്ചു കഴിഞ്ഞു. യൂറോപ്യൻ ടോപ്പ് 5 ലീഗുകളിൽ മറ്റൊരാളും 40 ഗോളുകൾ അടിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. 37 വയസ്സാകാൻ പോവാണ് ഈ ഓഗസ്റ്റ് മാസം വരുമ്പോൾ. ശരിയാണ്, അദ്ദേഹത്തിൻ്റെ അജിലിറ്റിയിൽ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ എന്താണ്, ലോകത്തിൽ തന്നെ അല്ലെങ്കിൽ ലോക ഫുട്ബോളിൽ തന്നെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളാണ് ചങ്ങായി. സംശയമില്ലാത്തൊരു കാര്യമാണ്. മോഡേൺ ഫുട്ബോളിലെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളാണ് ചങ്ങായി. അപ്പോൾ ആളൊരു ഓൾ ടൈമറാണ്. അതിൻ്റേതായിട്ടുള്ള എക്സ്പീരിയൻസും അതിൻ്റേതായിട്ടുള്ള സംഭവങ്ങളും അദ്ദേഹം കാഴ്ചവെക്കുന്നുണ്ട്. ഒബ്വിയസ്ലി ആ ഒരു അജിലിറ്റി വയസ്സായതോടുകൂടി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ നമ്മൾ കാണുന്നുണ്ട്. അതിനെ നമ്മൾ ക്രിട്ടിസൈസും ചെയ്തിട്ടുണ്ട് പലപ്പോഴായിട്ട്. പക്ഷേ ആളിങ്ങനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കും. ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴൊക്കെ ആൾ ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ പുൾ ഓഫ് ചെയ്യും. ബിഗ് മത്സരങ്ങളിൽ ബൊറൂഷ്യ ഡോട്ട്മുണ്ടിനെതിരെയാണ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചിട്ടുള്ളത്. വല്ലാത്തൊരു ചങ്ങായി തന്നെയാണ്. അതായത് പാല് വന്ന കൈക്ക് തന്നെ കൊത്തുക എന്നൊക്കെ പറഞ്ഞിട്ടില്ല. ഇമാതിരി കൊത്തലൊന്നും ആരും ചെയ്തിട്ടുണ്ടാവില്ല. അതൊരു ഫൺ രീതിയിൽ എടുത്താൽ മതി. ആൾ ഡോട്ട്മുണ്ടിനെതിരെ ആണ് ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചിട്ടുള്ളത്. അപ്പോൾ ലെവൻഡോസ്കി അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്ലാസ് കാഴ്ചവെക്കുന്നു. പിന്നെ ലമീൻ യമാലൊക്കെ എന്താണ് കാണിച്ചു കൂട്ടുന്നുള്ളത് എനിക്കൊരു പിടുത്തമില്ല. ഈ ലമീൻ യമാലിനെയൊക്കെ ചില ആളുകളൊക്കെ ക്രിട്ടിസൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് അവരെ മനസ്സിലാകുന്നില്ല. നിങ്ങളെനിക്ക് മനസ്സിലാകുന്നില്ല ചങ്ങായിമാരെ. 17 വയസ്സുള്ള ചങ്ങായി ഗ്രൗണ്ടിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊട്ടും നോർമലല്ല എന്നുള്ളത് ഞാൻ അനേകായിരം പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ ഇനിയും കുറേ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ബോൾ സ്ട്രൈക്കിംഗ് എബിലിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുള്ളൊരു സംഭവമാണ്, പല വീഡിയോകളായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ആളെ എങ്ങനെ നിങ്ങൾക്ക് ക്രിട്ടിസൈസ് ചെയ്യാൻ തോന്നുന്നു എന്നുള്ളതാണ്. ചിലരൊക്കെ ട്വിറ്ററിലൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
അവർക്ക് പിരാന്താണ്, മൂച്ചിപ്പിരാന്താണ്, നട്ടപ്പിരാന്താണ് എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. ലമീൻ യമാൽ ഒരു ലാ മാസിയ ഗ്രാജുവേറ്റാണ്, ഇപ്പോഴും സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, 17 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു ചെങ്ങായി, ബാഴ്സലോണയുടെ സ്വന്തം പ്രൊഡക്റ്റ്, ബാസ എന്ന് പറയുന്ന ക്ലബിൻ്റെ എല്ലാ എസെൻസും എത്തോസും എത്തിക്സും അറിയുന്ന തരത്തിലുള്ളൊരു ചെങ്ങായി. ആൾ ബ്യൂട്ടിഫുൾ ഫുട്ബോൾ ഇങ്ങനെ പ്രദർശിപ്പിക്കുമ്പോൾ ട്രൽസുകൾ പോലും അത് എൻജോയ് ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെ അദ്ദേഹത്തെ ക്രിറ്റിസൈസ് ചെയ്യാൻ തോന്നുന്നു എന്നുള്ളത് എനിക്ക് ഒട്ടും മനസ്സിലാക്കാൻ പറ്റിയ സംഭവമാണ്. ആളിപ്പോഴും ഡെവലപ്മെൻറ്റ് സ്റ്റേജിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ചാമ്പ്യൻസ് ലീഗിൻ്റെ ചരിത്രത്തിൽ ഒരു സീസണിൽ 4 ഗോളുകൾ 18 വയസ്സാകുന്നതിന് മുമ്പ് ഒരു മനുഷ്യനും അടിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ അത്തരത്തിൽ റെക്കോർഡുകൾ തകർത്തുകൊണ്ടാണ് ചെങ്ങായി ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ചോസൺ വണ്ണാണ് അല്ലേ, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. എവിടെ ചെന്നെത്തും എന്നുള്ളത് കണ്ടറിയാം. അൺബലീവബിൾ സംഭവമാണ്. ചെങ്ങായി ആ റൈറ്റ് വിങ്ങിലൂടെ ഡ്രിബിൾ ചെയ്ത് പോകുന്നത്, അദ്ദേഹത്തിൻ്റെ ചോയ്സ് ഓഫ് പാസുകൾ, അദ്ദേഹത്തിൻ്റെ വിഷൻ, എപ്പോൾ സ്ലോ ഡൗൺ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. എന്നിട്ടോ ഡിഫൻഡർമാർക്ക് അറിയില്ല എങ്ങോട്ടാണ് ടേൺ ചെയ്യാൻ പോകുന്നത്. കാരണം മാജിക്കൽ ഫീറ്റാണ്, മാജിക്കൽ ഫീറ്റ്, ഒന്നും പറയാനില്ല. ബെഞ്ചബൈനിനെ വെച്ചിട്ടൊക്കെ മത്സരത്തിൽ ചെങ്ങായിനെ മാൻമാർക്ക് ചെയ്യാനുള്ളൊരു സംഭവമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ പാളിപ്പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കാരണം ലമീനെ പിടിച്ചാൽ കിട്ടണ്ടേ, പിടിച്ചാൽ കിട്ടുന്നില്ല. എന്തായാലും ഇനി മിഡ്ഫീൽഡിലെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയണോ. ഡോട്ട്മണ്ട് സംബന്ധിച്ചോളം മെച്ചയും ചെൽസിയിൽ നിന്ന് ലോണിൽ പോയിട്ടുള്ള ചക്കുമ്മയ്ക്കും അതേപോലെ തന്നെ ഹൂലിയം ബ്രാൻത്തുമാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ മിഡ്ഫീൽഡിൽ. പക്ഷേ ആ മിഡ്ഫീൽഡ് ശരിക്കും ബാഴ്സലോണ ഡോമിനേറ്റ് ചെയ്യാണ്. ഫ്രെങ്കിയും പെഡ്രിയും ഫെർമീൻ അഗെയിൻ എപ്പോഴൊക്കെ ചാൻസ് കൊടുക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ അറ്റ്മോസ്റ്റ് ബെസ്റ്റ് കാഴ്ചവെക്കാൻ ശ്രമിക്കാറുണ്ട്. ഈ മത്സരത്തിലും ഫെർമീൻ ഫാന്റാസ്റ്റിക് ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഒബ്വിയസ്ലി ലൈം ലൈറ്റ് പോവുക പെഡ്രിക്കും ഫ്രെങ്കിക്കും ആയിരിക്കും, ഈവൻ ബാഴ്സലോണ ഫാൻസിൻ്റെ ഇടയിലും. പക്ഷേ ഫെർമീൻ ഹാഡ് എ കില്ലർ ഗെയിം, ഫാന്റാസ്റ്റിക് ഗെയിം. അതായത് അദ്ദേഹത്തിൻ്റെ വർക്ക് റേറ്റ് അസാധ്യ വർക്ക് റേറ്റാണ്. മാത്രമല്ല വർക്ക് റേറ്റിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഡ്രിബിളിംഗ് എബിലിറ്റി ഒക്കെ കിടലാണ്. അദ്ദേഹത്തിൻ്റെ ബോൾ സ്ട്രൈക്കിംഗ് എബിലിറ്റി നല്ലതാണ്. ആ രീതിയിൽ അൺലക്കിയായിരുന്നു ചങ്ങായി ഇന്നലെ ഗോൾ അടിക്കാതിരുന്നതിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ചാൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു മിഡ്ഫീൽഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫിഗർ ആയിരുന്നു ഫെർമീൻ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു. പിന്നെ ഫ്രെങ്കിയുടെ കാര്യം പറയാനുണ്ടോ. ഫ്രെങ്കി വൺസ് അഗെയിൻ പെഡ്രിയെ ഈ മത്സരത്തിൽ ഔട്ട് ഷോൺ ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എനിക്ക് പെഡ്രിനെ ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ ഇന്നലെ അഗെയിൻ ഫ്രെങ്കി ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഡിഫൻസിൽ നിന്ന് ബോൾ റിസീവ് ചെയ്തിട്ട് അദ്ദേഹം പോകുന്ന പോക്ക്, അദ്ദേഹം കൺട്രോൾ ചെയ്യുന്ന രീതി, അദ്ദേഹത്തിൻ്റെ ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻ ഒരു രക്ഷയുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഫ്രെങ്കി പാസ് കൊടുക്കുക പെഡ്രിക്കാണ്. പെഡ്രി പിന്നെ അത് ഒന്നെങ്കിൽ എന്താണ് ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ നിന്നിങ്ങോട്ട് തിരിയും, അതല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ റഫീനെ കൊടുക്കും, അല്ലെങ്കിൽ നല്ല രീതിയിൽ പാസ് കൊടുക്കും, അല്ലെങ്കിൽ ലോങ് ബോൾ കൊടുക്കും, അല്ലെങ്കിൽ ലമീൻ ഒരു ഡയഗണൽ കൊടുക്കും. അപ്പോൾ ഫ്രെങ്കിയും പെഡ്രി ഇങ്ങനെ കോംപ്ലിമെൻ്റ് ചെയ്ത് കളിക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമായിരുന്നു. അതിൽ ഫ്രെങ്കിയാണ് സ്റ്റാൻഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നത് ഇന്നലെ. പെഡ്രി ഒരു അസിസ്റ്റോ ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെയാണ് ഫ്രെങ്കിയും അസിസ്റ്റോ കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പക്ഷേ ഡിഫെൻസീവ്ലി അവർ കൊടുക്കുന്ന വർക്ക് റേറ്റ്, ഇൻ്റർസെപ്ഷൻസ് അവർ നടത്തുന്നത്, റിക്കവറീസ് അവർ നടത്തുന്നത്, ഒപ്പം ഓൺ ദ ബോൾ എബിലിറ്റി, അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഒന്നും പറയേണ്ട എന്നുള്ളതാണ്. പക്ഷേ ഇന്നലെ ഫസ്റ്റ് ഹാഫിലെ അവസാനത്തെ ഒരു 15 മിനിറ്റിൽ ബാഴ്സലോണ ഇത്തിരി എന്താ പറയുക ലഥാർജിക്കായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇൻറ്റൻസിറ്റിയുടെ കുറച്ച് കുറവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഫറ്റീഗ് ക്രീപ്പിംഗ് ചെയ്യാണോ എന്നുള്ളൊരു ചിന്തയൊക്കെ എനിക്ക് മനസ്സിലൂടെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഇൻറ്റൻസിറ്റിയൊക്കെ തിരിച്ചു വന്നു. അതായത് ഹാൻസി ഫ്ലിക്ക് ആ ഒരു ഡ്രസ്സിംഗ് റൂമിൽ എന്താണ് അവന്മാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല. എന്താണ് ചെങ്ങായി നിങ്ങൾ പറഞ്ഞത്? സെക്കൻഡ് ഹാഫിൽ വന്ന ടീം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരുന്നു. അവരുടെ ഇൻറ്റൻസിറ്റി ലെവൽ, എന്ത് ഫറ്റീഗ് എന്നുള്ള രീതിയിലാണ് അവർ കളിക്കുന്നുണ്ടായിരുന്നത്. ആ ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനത്തെ 15 മിനിറ്റിൽ കണ്ട ബാഴ്സലോണയെ അല്ല പിന്നീട് നമ്മൾ കണ്ടായിരുന്നു. പിന്നെ അഗെയിൻ അവസാനത്തെ 10 മിനിറ്റിൽ ബാഴ്സലോണയുടെ ഇൻറ്റൻസിറ്റി ഡ്രോപ്പായി. അതിൽ ഒരു കാരണം എന്ന് വെച്ചാൽ കുറേ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു. മിഡ്ഫീൽഡിൽ നിന്ന് പെഡ്രിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അരൂഹോ ബെഞ്ചിൽ നിന്ന് വന്നിട്ട് 2 കിടിലും ബ്ലോക്കുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഫെറാൻ ടോറസ് ബെഞ്ചിൽ നിന്ന് വന്നിട്ട് 2 നല്ല രീതിയിലുള്ള ബ്ലോക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു അവസരത്തിൽ എന്താണ് ബാഴ്സലോണയുടെ കമ്പോഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവസാനത്തെ 10 മിനിറ്റിൽ. പക്ഷേ അപ്പോഴേക്കും 4-0 ലീഡ് ബാഴ്സലോണയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ആ മിഡ്ഫീൽഡിൽ നിന്ന് പെഡ്രിയൊക്കെ പോയപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ടായിരുന്നു അവസാനത്തെ 10 മിനിറ്റിൽ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കോംപ്ലക്സിൻ നേച്ചർ വന്നതായിരിക്കണം. പിന്നെ ആൻസു ഫാറ്റിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ലമീന് പകരക്കായിട്ട്. ലമീന് പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടും എന്നുള്ള
ആവശ്യം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആൻസു ഫാറ്റി എന്ന് പറഞ്ഞ 10ാം നമ്പറുകാരനൊക്കെ ഗ്രൗണ്ടിലേക്ക് വരികയാണ്. അതൊക്കെ പിന്നെ ബാഴ്സലോണ ആരാധകരെ സംബന്ധിച്ചോളം ഒരു സമയത്ത് അവർ ചോസൺ വണ്ണായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് ആൻസു ഫാറ്റിയാണ്. പക്ഷേ ഇഞ്ചുറിയൊക്കെ അദ്ദേഹത്തിൻ്റെ കരിയർ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് കാണാൻ സാധിച്ചു. എനിക്ക് തോന്നുന്നില്ല ഈ സീസൺ കഴിയുമ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടാകും എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം വേറെ എങ്ങോട്ടെങ്കിലും പോയിട്ട് നല്ല രീതിയിൽ കളിക്കണം എന്നുള്ളത് തന്നെയായിരിക്കും ഓരോ ബാഴ്സലോണ ആരാധകൻ്റെയും ആഗ്രഹം ഉണ്ടായിരിക്കുക. അവിടെ ആ ലാമാസിയ അക്കാഡമി പ്രൊഡക്റ്റുകൾ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള സൗഹൃദം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ അലഹാൻഡ്രോ ബാൽഡയുടെ ഒക്കെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഈ ആൻസു ഫാറ്റി എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അദ്ദേഹം ഗ്രൗണ്ടിലേക്ക് വന്നത് ആ ചങ്ങായിമാർക്കൊക്കെ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം തന്നെയായിരിക്കും. ഹാൻസി ഫ്ലിക്ക് മത്സരത്തിന് ശേഷം പറഞ്ഞതെന്ന് വെച്ചാൽ ട്രെയിനിങ് ഗ്രൗണ്ടിൽ നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം മിനിറ്റ്സ് ഡിസേർവ് ചെയ്യുന്നുണ്ടെന്ന് കരുതിയിട്ടാണ് മിനിറ്റ്സ് കൊടുത്തുള്ളത്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ 4-0 കംഫർട്ടബിൾ ലീഡുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ എന്താണ്, ലമീനും പെഡ്രിക്കും ഒക്കെ റെസ്റ്റ് കൊടുക്കാൻ പറ്റിയൊരു അവസരം കിട്ടിയപ്പോൾ റെസ്റ്റ് കൊടുത്തു. പക്ഷേ ലമീന് വേണ്ട വിധത്തിലുള്ള റെസ്റ്റ് കിട്ടുന്നില്ല എന്നുള്ളതൊരു പ്രധാന പ്രശ്നമാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ലമീന് ഓവർ യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അത് ഹാൻസി ഫ്ലിക്ക് കുറച്ചുകൂടി അദ്ദേഹത്തിൻ്റെ ഗെയിം ടൈം മാനേജ് ചെയ്യണം എന്നുള്ളൊരു വാദം എനിക്ക് ഉന്നയിക്കാനുണ്ട്. കാരണം വെച്ചാലേ 17 വയസ്സ് മാത്രമേ പറയുള്ളൂ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഓവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഫിക്സ്ചർ കൺജഷനും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ACL പോലത്തെ നാസ്റ്റി ഇഞ്ചുറികൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ലമീനെ പോലെയുള്ള ഒരു പ്ലെയർ അത്തരത്തിലൊരു ഇഞ്ചുറി പറ്റുന്നത് ഫുട്ബോൾ ഫാൻസ് സംബന്ധിച്ചോളം അത് സഹിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവമായിരിക്കില്ല. അപ്പോൾ ഗെയിം ടൈം മാനേജ് ചെയ്യണം, അല്ലെങ്കിൽ ചിലപ്പോൾ പണി പാളാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മാത്രമല്ല ഡിഫൻഡർമാരൊക്കെ ടാർഗറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇല്ലേ, നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ലാലിഗയിലൊക്കെ മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. പ്രൊട്ടക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ നിർഭാഗ്യം കൊണ്ട് വരുന്ന ഇഞ്ചുറീസാണ്, അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിരന്തരം കളിപ്പിച്ച് ഓവർ യൂസ് ചെയ്തിട്ട് വരുന്ന ഇഞ്ചുറിയും നിർഭാഗ്യം കൊണ്ട് വരുന്ന ഇഞ്ചുറിയും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഹാൻസി ഫ്ലിക്ക് ആ രീതിയിൽ കുറച്ചുകൂടി അദ്ദേഹത്തിൻ്റെ ഗെയിം ടൈം മാനേജ് ചെയ്യേണ്ടതായിട്ടുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ എന്തായാലും ഹാൻസി ഫ്ലിക്ക് എന്താണോ ഹാഫ് ടൈം ടീം ടോക്കിൽ ഡ്രസ്സിംഗ് റൂമിൽ പറഞ്ഞത് അതൊക്കെ എന്തായാലും അവന്മാർ കേട്ടിട്ടുണ്ട്. അതിൻ്റെ പെർഫോമൻസാണ് നമുക്ക് സെക്കൻഡ് ഹാഫിൽ കാണാൻ സാധിച്ചത്. സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ തന്നെ ആ ഗോള് അവരടിച്ചു, രണ്ടാമത്തെ ഗോൾ അടിച്ചു. അതോടുകൂടിയിട്ട് പിന്നെ ഡോട്ട്മുണ്ട് നമ്മൾ ഫസ്റ്റ് ഹാഫിൽ എന്തൊക്കെയോ ചെയ്ത് നോക്കി, എന്നിട്ട് നമുക്ക് ഗോൾ അടിക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ 2-0, ഇനിയിപ്പോൾ എന്ത് തേങ്ങയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് പിന്നെ ഡോട്ട്മുണ്ട് കളിക്കുന്നുണ്ടായിരുന്നു. അവർ ഓൾ ഓവർ ദ പ്ലേസ് ആയിരുന്നു. ബാഴ്സലോണയുടെ പ്രസ്സിങ്ങിന് മുമ്പിൽ അവരിടങ്ങറാകുന്നു, കൗണ്ടർ പ്രസ്സിങ്ങിന് മുമ്പിൽ അവരിടങ്ങറാകുന്നു, അവർ വെറുതെ പൊസഷൻ ഗീവ് അവേ ചെയ്യുന്നു. അത്തരത്തിൽ ഡോട്ട്മുണ്ട് പൊസഷനിൽ വളരെ സ്ലോപ്പി ആയിരുന്നു. അമച്ചറിഷ് ആയിട്ടാണ് അവർ പെർഫോം ചെയ്തിട്ടുള്ളത്. അതും ബാഴ്സലോണയ്ക്കെതിരെ ഒളിമ്പിക് മോൺചുക്കിൽ അത് പണിഷ് ചെയ്തു. ഇപ്പോഴും 4 ഗോളുകൾ ബാഴ്സലോണ അടിച്ചെങ്കിലും ഫസ്റ്റ് ഹാഫിൽ എന്നൊക്കെ പറഞ്ഞാൽ ആദ്യത്തെ 10 മിനിറ്റിൽ തന്നെ 3 ചാൻസുകൾ ബാഴ്സലോണ ക്രിയേറ്റ് ചെയ്തിട്ട് അവർക്ക് ഗോൾ അടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ക്ലിനിക്കലല്ലാത്ത പ്രശ്നമുണ്ട്. എത്രയോ ഗോളുകൾ അടിച്ചു കൂട്ടിയിട്ടുള്ള ഒരു ക്ലബ്ബാണ് ബാഴ്സലോണ ഈ സീസണിൽ. എന്നിട്ടും ബാഴ്സലോണ ഫാൻസിൻ്റെ ഇടയിൽ നമുക്ക് ഇപ്പോൾ ഹാഫ് ടൈമിലൊക്കെ ട്വിറ്ററൊക്കെ തുറന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ഈ ക്ലിനിക്കലല്ലാത്ത സംഭവം നമുക്ക് പണി കിട്ടുമോ എന്നുള്ളൊരു തോന്നലാണ്. കാരണം ചിലപ്പോൾ ബെറ്റർ ടീമുകൾക്കെതിരെ അത് പണി കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. അതാണ് അവരുടെ ബാക്ക് ഓഫ് ദ മൈൻഡിലുള്ള ഒരു തോട്ട് പ്രോസസ്സ് അല്ലേ. ഡോട്ട്മുണ്ട് പിന്നെ അത്ര പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സൈഡ് ആയിരുന്നില്ല. കാരണം അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ളൊരു സൈഡാണ്. നേരെ മറിച്ച് ഇതൊരു ബെറ്റർ സൈഡിനെതിരെ ഈ രീതിയിൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് മുതലെടുത്തിട്ടില്ലെങ്കിൽ പണി പാളാനുള്ളൊരു സാധ്യതയുണ്ട്. അതാണ് ബാഴ്സലോണ ആരാധകർ ആ രീതിയിൽ ചില അവസരങ്ങൾ ഫ്രസ്ട്രേറ്റ് ആയി പോകുന്നത്. പക്ഷേ അവരുണ്ടാക്കുന്ന ചാൻസുകളുടെ എണ്ണം എത്രത്തോളമാണ്, എന്താണിത്, ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. നിരന്തരം ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാണ്. മത്സരം തുടങ്ങിയത് മികച്ച രീതിയിൽ നല്ല ഇൻറ്റൻസിറ്റിയോടുകൂടി തുടങ്ങുന്നു, നല്ല ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ ഒരു സെറ്റ് പീസിൽ നിന്നാണ് ബാഴ്സലോണ ഗോൾ അടിക്കുന്നത്. പിന്നെ ഇൻറ്റൻസിറ്റി ഡ്രോപ്പ് ചെയ്യുന്നു, ഡോട്ട്മുണ്ടിന് ചാൻസുകൾ കിട്ടുന്നു, അത് അവർക്ക് മുതലെടുക്കാൻ സാധിക്കില്ല. സെക്കൻഡ് ഹാഫിൽ വീണ്ടും ഇൻറ്റൻസിറ്റി കൂടുന്നു, ബാഴ്സലോണ അത് മുതലെടുക്കുന്നു, ഗോളുകൾ അടിക്കുന്നു. പിന്നീട് വീണ്ടും മത്സരത്തിൻ്റെ അവസാന സാഹചര്യങ്ങളിൽ ഇൻറ്റൻസിറ്റി ഡ്രോപ്പ് ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിച്ചു. ഇതൊക്കെയാണ് മത്സരത്തിൻ്റെ ഒരു ഗതി ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ മത്സരത്തിലെ പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിൻറ്റ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മത്സരത്തിൻ്റെ ആദ്യ 10 മിനിറ്റ് തന്നെ നല്ല ചാൻസുകൾ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പിന്നെ എന്താണ്, ഫ്രങ്കി ഇൻ്റർസെപ്ഷൻ നടത്തുന്നു. ഫ്രങ്കി ആ രീതിയിൽ കുറേ ഇൻ്റർസെപ്ഷൻസ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ അലഹാൻഡ്രോ ബാൽഡെ ലെവൻഡോസ്കിക്ക് പാസ് കൊടുക്കാൻ ലെവൻഡോസ്കി ഒന്നും ഡ്രോപ്പ് ചെയ്ത് വന്നിരിക്കുകയാണ്. അവിടെ ലെവൻഡോസ്കിയുടെ ഫ്ലിക്ക് പാസ് അത് കൊടുത്ത് മറ്റാർക്കല്ല പെഡ്രിക്കാണ്. പെഡ്രി എന്നിട്ട് അത് റൈറ്റിലുള്ള ലെമീന് കൊടുക്കുന്നു. ലെമീൻ കട്ടിൻ സൈഡ് ചെയ്ത് വന്നിട്ട് ബോക്സിൽ ഒരു ഷോട്ട് അൺലീഷ് ചെയ്യുമ്പോൾ അത് കീപ്പർ സേവ് ചെയ്യണം. കോബൽ സേവ് ചെയ്തു. കോബൽ കുറേ പണിയെടുക്കേണ്ടി വന്നിട്ടുണ്ട് ഇന്നലെ. കോബൽ കുറേ കൂടി സേവുകൾ നടത്തില്ലായിരുന്നെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ അതൊരു ക്ലീഷേ ഡയലോഗാണ്. ഈ സ്കോർ ലൈൻ ഇനിയും മോശമായതിനെ ഡോട്ട്മുണ്ടിനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ആ മൊമെൻ്റ് എഴുതുന്നു. പിന്നെ അതേപോലെ തന്നെ പെഡ്രി ആ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് അദ്ദേഹം ആ ലെഫ്റ്റ് സൈഡിൽ കുറേ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഈ മത്സരത്തിൽ. റഫീനിയുമായിട്ടൊക്കെ സിങ്ക് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നല്ലോ. ഒരു ഡയഗണൽ റൈറ്റിലേക്ക് ലെമീൻ കൊടുക്കുകയാണ്. ലെമീൻ പിന്നെ ബോൾ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാലോ മാജിക്ക് കാണിക്കാൻ കഴിയുന്നൊരു പ്ലെയറാണ്.
ഇലാസ്റ്റിക് ഒക്കെയാണ് അദ്ദേഹം ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അമ്മാതിരി കോൺഫിഡൻസിലാണ് ഫുട്ബോൾ കളിക്കുന്നത്. എന്താണ് ലമീനെ, എന്താണിത് ഇലാസ്റ്റിക്കും പരിപാടി? പിന്നെ അവിടെ ഡിഫൻഡറിൻ്റെ കാലൊന്ന് തട്ടി, എന്നിട്ട് വീണ്ടും ഇത്തിരി ലക്ക് ഉണ്ടായിരുന്നു, വീണ്ടും അത് ലമീനിലേക്ക് എത്തുന്നു. ലമീന് പിന്നെ സൈഡ് നെറ്റിങ് അടിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ച ബയലിൻ്റെ അടുത്ത് നിന്ന്. പക്ഷേ അത് ഗോളായിരുന്നെങ്കിൽ ഒരു വല്ലാത്തൊരു ഗോളായിപ്പോയി. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ്. പിന്നെ ഇനീഗോ മാർട്ടിനസ്, അയ്യോ, ഇനീഗോ മാർട്ടിനസിനെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ പറ്റുമോ? അതായത് അൺസങ് ഹീറോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിലൊരു പ്ലെയറാണ് ഇനീഗോ മാർട്ടിനസ്, അല്ലേ? ആളുടെ കൂടെ കളിക്കുന്നത് മറ്റൊരു ടീനേജറാണ് കുബാർസി, അതേപോലെ തന്നെ കൂണ്ടയുണ്ട്, അലഹാൻഡ്രോ ബാൽഡെ മറ്റൊരു യങ് ഫുട്ബോളറാണ്. അപ്പോൾ ഇവരെയൊക്കെ ആ ഡിഫൻസിൽ ഓർഗനൈസ് ചെയ്യുന്നത് ഈ ചങ്ങായിയാണ്, ഇനീഗോ മാർട്ടിനസ്. ഫ്രീ ട്രാൻസ്ഫറിലാണ് ചങ്ങായി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. വാട്ട് എ സീസൺ ഈസ് ഹാവിങ്. ആളുടെ ബോൾ പ്ലേയിങ് എബിലിറ്റി ഫാന്റാസ്റ്റിക് ആണ്, ഏരിയലി ഭയങ്കര സൗണ്ടാണ്, ഓൾഡ് ഫാഷൻഡ് ആയിട്ടുള്ളൊരു ഡിഫൻഡറാണ്, ഒപ്പം മോഡേൺ ഡിഫൻഡറിൻ്റെ ആട്രിബ്യൂട്ട്സ് കൂടി ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള റൈറ്റ് മിക്സ്ചറാണ് അദ്ദേഹത്തിൻ്റെ ഗെയിമിലുള്ളത്. എല്ലാ ആട്രിബ്യൂട്ട്സും ഉണ്ട്. ഫാന്റാസ്റ്റിക് ഫുട്ബോളറാണ്. ആ ഹൈലൈന് കീപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര പണിയാണ്. അത് ഓർഗനൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയാണ്. അതിന് നിരന്തരം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം ഇവർ. അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അതാണല്ലോ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഒരു ലീഡർ കൂടി വേണം ഡിഫൻസിൽ, അല്ലാതെ നടപടിയാവില്ല. അങ്ങനത്തെ ഒരു ലീഡറാണ് ഇനീഗോ മാർട്ടിനസ്. ഇനീഗോ മാർട്ടിനസിന് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം. അൺസങ് ഹീറോ ഇനീഗോ മാർട്ടിനസ് ആണ് ഈ ഒരു ബാഴ്സലോണ സൈഡിൽ നിന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അങ്ങനെ പുള്ളിക്കാരൻ റഫീനിയക്ക് പാസ് കൊടുക്കുകയാണ്. അതിൽ ടച്ച് ലൈൻ്റെ അടുത്ത് റഫീനിയ ബോൾ റിസീവ് ചെയ്യുന്നു, പെഡ്രി കൊടുക്കുകയാണ്. പെഡ്രി അഗെയിൻ, റഫീനിയ പിന്നെ റൺ ചെയ്യുമല്ലോ, അൺലിമിറ്റഡ് റണ്ണുകൾ നടത്താൻ ഒരു മടിയില്ലാത്ത ചങ്ങയാണ്. റഫീനിയയുടെ ഡിഫൻസിന് പുറകിലൂടെയുള്ള റണ്ണ് പെഡ്രി പിക്ക് ചെയ്യുന്നു. പെഡ്രി എന്നിട്ട് കട്ട് ബാക്ക് കൊടുക്കുകയാണ്. ആ കട്ട് ബാക്ക് കൊടുത്തപ്പോൾ ഫെർമീൻ എന്തെന്ന് വെച്ചാൽ ആ ഒരു 6 ഏരിയയിലേക്ക് പോയി. ലെവ ഒന്നിങ്ങോട്ട് പുറകിൽ നിന്നു. കാരണം ഇനി ആ 6 ഏരിയയിലേക്ക് പോകേണ്ട, അവിടെ ഒരാളുണ്ടല്ലോ. അപ്പോൾ കട്ട് ബാക്ക് കൃത്യമായിട്ടും ലെവയിലേക്ക് എത്തുന്നു. പക്ഷേ ലെവയുടെ അറ്റംപ്റ്റ് കോബൽ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്ര ക്ലീൻ ആയിട്ടുള്ളൊരു സ്ട്രൈക്ക് ആയിരുന്നില്ല. ഒന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ അടിച്ചെങ്കിലും ഗോളായി പോയി. അപ്പോൾ ഈ രീതിയിൽ 10 മിനിറ്റിനുള്ളിൽ 3 ചാൻസുകൾ. ഇതാണ് പറഞ്ഞത്. ഇത് കണ്ടപ്പോഴാണ് ബാഴ്സലോണ ഫാൻസ് ഇതെന്താണ് ഗോൾ അടിക്കാത്തതെന്നുള്ളത്. പക്ഷേ ഗോൾ വരുമല്ലോ, വന്നല്ലോ. അതായത് പിന്നെ അഗൈൻ 12-ാം മിനിറ്റിൽ മറ്റൊരു ചാൻസ് കൂടിയിട്ടുണ്ടായിരുന്നു. ലെമീൻ യമാലിൻ്റെ ടേൺ ആൻഡ് ഡ്രിബിൾ. അവിടെ ബാഴ്സലോണയുടെ കൗണ്ടർ പ്രസ് ഫാന്റാസ്റ്റിക്കാണ്. ആ ഹാഫ് ലൈനിൻ്റെ അടുത്ത് ബോൾ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ആളുകൾ ഡ്രിബിൾ ചെയ്ത് പോവുകയാണ്. എന്നിട്ട് റഫീന അപ്പോഴേക്കും സെൻട്രൽ റൺ നടത്തിയിട്ടുണ്ട്. റഫീനെ പിക്ക് ചെയ്തു. പക്ഷേ റഫീനൊക്കെ അതവിടെ ആ ചാൻസ് മുതലെടുക്കാൻ സാധിച്ചില്ല. പക്ഷേ അഗൈൻ അവിടെ ലെമീൻ്റെ ഡ്രിബിള്, പിന്നെ ബാൽഡെ ഒരു ഫൗള് നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ അഡിയേമിയാണ് ലെഫ്റ്റ് വിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുന്ന റൈറ്റ് സൈഡിൽ ഗിറ്റൻസ്, സ്ട്രൈക്കറായിട്ട് ഗ്രാസി 10 ചാമ്പ്യൻസ് ലീഗ് ഗോളുകളൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അഡിയേമിനെ ഫൗൾ ചെയ്തതിന് അതൊരു ഫൗൾ പോലും കൊടുത്തില്ല എന്നുള്ളതാണ്. അത് ഫൗളുമാണ്, യെല്ലോ കാർഡും കൊടുക്കുന്ന തരത്തിൽ സംഭവമാണ്. കാരണം എന്ന് വെച്ചാൽ അതൊരു പിന്നെ കൗണ്ടർ അറ്റാക്കിംഗ് അവസരം തടഞ്ഞു നിർത്തിയതായിരുന്നു ബാൽഡെ. പിന്നെ 18-ാമത്തെ മിനിറ്റിൽ നമ്മൾ ബാഴ്സലോണയുടെ ഒരു കോർണർ സംഭവത്തിൽ ഭയങ്കര രസകരമായിട്ടുള്ളൊരു കാര്യം നമ്മൾ കണ്ടു. അതായത് റഫീനിയ ബോക്സിൻ്റെ പുറകിലൂടെ വന്നിട്ട് ലെമീൻ്റെ പാസ് റിസീവ് ചെയ്യുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഷോട്ട് അവിടെ ബ്ലോക്ക് ചെയ്യപ്പെട്ടു. അത് എങ്ങാനും ഗോളായിരുന്നെങ്കിൽ, ഗോളിൽ കലാശിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും VR തീരുമാനം എടുക്കുക എന്നുള്ളത് കാണാനൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ റഫീനിയ ബോക്സിൻ്റെ പുറത്തുകൂടെ, ഗ്രൗണ്ടിൻ്റെ പുറത്തുകൂടെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം. പിന്നെ അഡിയേമി ഒരു കൗണ്ടർ അറ്റാക്കിംഗ് അവസരത്തിൽ കൂണ്ടയുടെ ഡിഫെൻഡിങ് അവിടെ നല്ലതാണ്. കൂണ്ടയുടെ മുടി പിടിച്ച് വലിക്കുന്നു, ആൾക്ക് യെല്ലോ കാർഡ് കിട്ടുന്നു. ആ ഫ്രീ കിക്കിൽ നിന്നാണ് ബാഴ്സലോണ മത്സരത്തിൽ ആദ്യത്തെ ഗോൾ അടിക്കുന്നത്. അപ്പോൾ അതിൽ ഫെർമീൻ്റെ ബോൾ ഡീപ്പ് ബോൾ കൊടുക്കുന്നു. ഇനീഗോ മാർട്ടിനസ് അൺമാർക്ഡ് ആയിട്ട് അദ്ദേഹം ആ ഹെഡർ വിൻ ചെയ്യുന്നു. അത് കുബാർസിയിലേക്ക് ചെന്ന് വീഴുമ്പോൾ കുബാർസി നല്ല രീതിയിൽ അത് വലയിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്ത് വിടുകയാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ റഫീനിയ ഡൈവ് ചെയ്ത് വന്നിട്ട്, സ്ലൈഡ് ചെയ്ത് വന്നിട്ട് ചങ്ങായി അത് വലയിലേക്ക് പോകുന്ന ഗോളായിക്കൊണ്ടിരിക്കുന്ന സാധനത്തെ വീണ്ടും ഗോളാക്കിയത്. അതായത് കുബാർസിയുടെ ഗോള് അടിച്ചു മാറ്റി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷേ അവിടെ റഫീനിയുടെ ഇൻസ്റ്റിങ്ക്റ്റ് ആയിരുന്നത് അദ്ദേഹം ഗോൾ ചെയ്യാൻ ത്വരയുണ്ടല്ലോ, അത് തന്നെയാണ്. മാത്രമല്ല റെക്കോർഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അത് ഷൂറാക്കേണ്ട ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ഓൾറെഡി വലയിലേക്ക് പോകാണ്. പക്ഷേ എന്നാലും അതിന് ഇൻസ്റ്റിങ്ക്റ്റ് അവിടെ അതിന് കാല് വെക്കണമല്ലോ, അതിന് കാല് വെക്കും കൂടാതെ. പക്ഷേ അവിടെ ഓഫ് സൈഡ് ചെക്ക് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓഫ് സൈഡ് ആയിരുന്നെങ്കിൽ എത്രത്തോളം തെറിയേക്കേണ്ടി വന്ന റഫീനിയ കാര്യം പറയുന്നത്. മാത്രമല്ല കുബാർസി എന്ന് പറഞ്ഞ റിട്ടുകാരൻ്റെ ആദ്യത്തെ ചാമ്പ്യൻസ് ലീഗ് ഗോളാണ് അവിടെ മോഷ്ടിക്കപ്പെട്ടത്. പക്ഷേ ഇന്ത്യൻ അത് ഗോളായി മാറി. ആൻറ്റോ എന്ന് പറഞ്ഞ ഡിഫൻഡർ റഫീനിയോട് ഓഫ് സൈഡ് നിർത്തിയിരുന്നു. പക്ഷേ റഫീനിയക്കും അത് ഓഫ് സൈഡ് ആകുമെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നുള്ളത് മത്സരത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഗോളായി. ബാഴ്സലോണ ലീഡ് എടുത്തു. അതാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സംഭവം. ആരും ഗോൾ അടിച്ചു എന്നുള്ളതല്ല, ബാഴ്സലോണ ലീഡ് എടുക്കുന്നു ആ ഒരു സാഹചര്യത്തിൽ. പിന്നെ അഡിയേമിക്ക് യെല്ലോ കാർഡും കാര്യമൊക്കെ കിട്ടുന്നു. ഫെർമിനെയാണ് ഫൗൾ ചെയ്തതാണ് എനിക്ക് തോന്നുന്നത്. അഡിയേമി ഇങ്ങനെ ഒരു എന്താ പറയുക, ഇപ്പോൾ റെഡ് കാർഡ് കിട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ സെക്കൻഡ് യെല്ലോ കിട്ടുന്ന രീതിയിലാണ് പിന്നെ കളിക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഹാഫ് ടൈമിൽ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 33-ാമത്തെ മിനിറ്റിൽ ബാഴ്സലോണയുടെ കിഡിലൻ കൗണ്ടർ അറ്റാക്ക് നമ്മൾ കാണാണ്. എന്നാണ് ഞാൻ പറഞ്ഞത്, വെറൈറ്റി രീതിയിലുള്ളവർക്ക് അറ്റാക്ക് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല കൗണ്ടർ അറ്റാക്ക് ചെയ്യുമ്പോൾ അവരുടെ പേസ് എൻ്റെ പൊന്നോ രക്ഷയില്ല എന്നുള്ളതാണ്. അപ്പോൾ ബൊറൂഷ്യ ഡോട്ട്മുണ്ട് പിന്നെ ബാഴ്സലോണയുടെ ബോക്സിൽ
പൊസഷൻ നഷ്ടപ്പെടുത്തുകയാണ്. അതായത് അദിയമയുടെ ഒരു ഷോട്ട് നമ്മൾ കണ്ടായിരുന്നു. ആ ഒരു ഷോട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓക്കെ, അതിനു മുമ്പ് ബാഴ്സലോണയുടെ പിന്നെ ഈ 30 മിനിറ്റ് ശേഷമുള്ള ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ടായിരുന്നു. അവർ ബാക്കിൽ നിന്ന് പാസ് കൊടുക്കുകയാണ്. ലെവൻഡോസ്കിക്ക് പാസ് കൊടുത്തത് അത് ഇൻ്റർസെപ്റ്റ് ചെയ്തു, ഡിഫൻഡർ കയറി വന്നിട്ട് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു. പിന്നെ ആ ഒരു ഡയഗണൽ കൊടുക്കുന്നു. അതാണ് അദിയമയുടെ ഷോട്ടിൽ കലാശനായിരുന്നു. പിന്നെ ചക്കോമേക്ക ബോക്സിലുണ്ടായിരുന്നു. ചക്കോമേക്കയുടെ പക്ഷേ ഡിസിഷൻ മേക്കിംഗ് പാസ് അവിടെ ഇൻ്റർസെപ്റ്റ് ചെയ്തത് ഫ്രങ്കിയാണ്. ഫ്രങ്കി ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ആ ബോൾ ലമീൻ യമാലിലേക്ക് എത്തുകയാണ്. റൈറ്റ് വിങ്ങിൽ നിൽക്കുന്ന ലമീൻ യമാൽ അതുമായിട്ട് പിന്നെ അങ്ങോട്ട് ഡ്രിബിൾ ചെയ്ത് പോവുകയാണ്. ലമീൻ യമാൽ എന്നിട്ട് റഫീനയ്ക്ക് പാസ് കൊടുക്കുന്നു. നല്ല പാസ്സായിരുന്നു. റഫീനയ്ക്ക് പക്ഷേ അത് ഷോട്ട് ഓൺ ടാർഗറ്റ് ഒന്നും അടിക്കാൻ സാധിച്ചില്ല. അത് പിന്നെ ആ ചാൻസ് അവിടെ നഷ്ടപ്പെട്ടു. പക്ഷേ എന്താണ്, ബാൽഡിയുടെയൊക്കെ ഗെയിമിൽ ചില സ്ലോപ്പിനെസ് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ബാൽഡിയുടെ ഡ്രിബിളിംഗ് ഒക്കെ ഫാന്റാസ്റ്റിക് ആയിരുന്നു. അത് വരട്ടെ, അത് വേറെ കാര്യം. ആൾ ഡ്രിബിൾ ചെയ്ത് പോകുന്നതൊക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നു. ആ രീതിയിലൂടെ അവർ ത്രട്ടൻ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ 35-ാമത്തെ മിനിറ്റിൽ ബൊറൂഷ്യ ഡോർട്ട്മുണ്ടിൻ്റെ മത്സരത്തിലെ ആദ്യത്തെ ബിഗ് ചാൻസ് ലഭിക്കുകയാണ്. ഗ്രേറ്റ് ചാൻസ്. ക്രോസുകളൊക്കെ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അവർ. പക്ഷേ ഓഫ് സൈഡൊക്കെ ആകുന്നുണ്ടായിരുന്നു. ഇവിടെ ഓഫ് സൈഡ് അല്ല. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ ഇതിൽ പുള്ളിയുടെ ലോങ് ബോൾ ലെവക്ക് കൊടുത്തതാണ് ലോങ് ബോൾ. പക്ഷേ അവിടെ ഏരിയയിൽ ബോൾ വിൻ ചെയ്യുന്ന ഡോർട്ട്മുണ്ടാണ്. പിന്നെ ഡോർട്ട്മുണ്ടിൻ്റെ നല്ല വൺ ടച്ച് പാസുകൾ നമ്മൾ കാണുകയാണ്. അപ്പോൾ ആ രീതിയിൽ ക്വിക്കായിട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ടീമിനെയും ഇടങ്ങറാക്കാൻ പറ്റും. ബാഴ്സലോണയും ഇടങ്ങറാക്കാൻ സാധിക്കുകയാണ്. ബാഴ്സലോണ മാത്രമല്ല, അവർ ചാൻസുകൾ കൺസിഡർ ചെയ്യുന്ന തരത്തിലൊരു സൈഡാണ്, നമുക്കറിയുന്നതല്ലേ. അപ്പോൾ ഇവിടെ ചക്കോമേക്കയുടെ വൺ ടച്ച് പാസിൽ ഗരാസി റിലീസ് ചെയ്യുന്നു. അതിങ്ങനെ തൂങ്ങിയിറങ്ങി വരികയാണ് ബോക്സിൽ. ഗരാസി എയർ കിക്ക് ചെയ്തു, കംപ്ലീറ്റ്ലി മിസ് കിക്ക് ചെയ്തു, കൊണ്ടില്ല. അത് കൊണ്ടിരുന്നെങ്കിൽ അത് ഗോളാക്കുന്ന തരത്തിലുള്ള സംഭവമാണ്. ഗ്രേറ്റ് ചാൻസ് ആയിരുന്നു. അതേപോലെ തന്നെ പിന്നെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി ഇതേ ഗരാസി കിട്ടിയിട്ടുണ്ടായിരുന്നു. 45-ാമതിലാണ് ഹാഫ് ടൈമിലേക്ക് പോകുന്ന അവസരത്തിൽ 2 ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വരുന്നത് ഒരു ത്രോയിനിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ. അതായത് പിന്നെ ബൊറൂഷ്യ ഡോർട്ട്മുണ്ടിൻ്റെ റൈറ്റ് സൈഡിൽ അവർക്കൊരു ത്രോയിൻ ലഭിക്കുന്നു. ആ ബോൾ അവർ ക്വിക്ക്ലി ആ കൗണ്ടർ പ്രസ്സിനെ മറികടന്നിട്ട് ക്വിക്ക്ലി ലെഫ്റ്റിലേക്ക് നീക്കുകയാണ്. അപ്പോൾ ഒരു 1v1 സിനാരിയോ ആണ് കൂണ്ടയും അദിയമയും തമ്മിൽ. അവിടെ അദിയമയുടെ ബ്യൂട്ടിഫുൾ ക്രോസ്, അതിന് മുമ്പൊക്കെ ക്രോസുകളൊക്കെ തടയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് ബ്യൂട്ടിഫുൾ ക്രോസ് വരുന്നു. ഗിരാസിയുടെ മൂവ്മെൻറ്റ് നല്ലതാണ്. പക്ഷേ ഗിരാസിക്ക് അവിടെ അഗെയിൻ അത് കാല് വെക്കാൻ സാധിക്കുന്നില്ല. കാല് വെച്ചു, പക്ഷേ അത് കംപ്ലീറ്റ്ലി മിസ്സായിപ്പോയി. അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി അതിന് കിട്ടിയിരുന്നു. അതേപോലെ തന്നെ പിന്നെ ഫസ്റ്റ് ഹാഫിലെ ഇഞ്ചുറി ടൈമിൽ അഗെയിൻ ത്രോയിൻ റൈറ്റ് സൈഡിൽ ത്രോയിൻ. ഗിരാസി ബോക്സിൽ ബോൾ റിസീവ് ചെയ്തപ്പോൾ അവിടെ കുബാർസി ഇല്ലാണ്ടാക്കുന്നു. ബ്യൂട്ടിഫുൾ മൂവ്മെൻറ്റ്, ചോപ്പ് ചെയ്തിട്ട് അദ്ദേഹം സൈഡ് നെറ്റിങ് അടിക്കുകയാണ്. അപ്പോൾ ഗിരാസി ഇത്തരത്തിൽ എന്താ പറയുക, അദ്ദേഹം 10 ഗോളുകൾ അടിച്ചിട്ടുണ്ടെങ്കിലും അവസാനത്തെ 7 മത്സരങ്ങളിൽ, അതായത് ചാമ്പ്യൻസ് ലീഗിൽ 10 ഗോൾ അടിച്ചിട്ടുണ്ടെങ്കിലും അവസാനത്തെ 7 മത്സരങ്ങളിൽ ഒറ്റ ഗോൾ മാത്രമേ അടിച്ചുള്ളൂ. അത് ഫ്രൈബർഗിനെതിരെയുള്ള ആ ഒരു ടാപ്പിനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ല മൊമെൻറ്റ്സിൽ അദ്ദേഹം കുറേ ഗോളുകൾ അടിക്കും. പക്ഷേ എന്താണ്, ഹോട്ട് ആൻഡ് കോൾഡ് ആയിട്ടുള്ളൊരു സ്ട്രൈക്കറാണ്. മോശം റണ്ണാണെങ്കിൽ അതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കും, നല്ല റണ്ണാണെങ്കിൽ അതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കും. അത്തരത്തിലുള്ള ഒരു സ്ട്രൈക്കറാണ് സെറോ ഗിരാസി. അദ്ദേഹത്തിന് നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന് മുതലെടുക്കാൻ സാധിച്ചില്ല. പിന്നെ ഫസ്റ്റ് ഹാഫിലെ ബാഴ്സലോണയുടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി, അത് അഗെയിൻ ഈ ഡോർട്ട്മുണ്ട് ബാഴ്സലോണയുടെ ബോക്സിൽ ബോൾ നഷ്ടപ്പെടുത്തുന്നു. ആ പൊസിഷൻ നഷ്ടപ്പെടുത്തി കഴിയുമ്പോൾ ഫ്രങ്കിയുടെ പ്രസ് റെസിസ്റ്റൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഫ്രങ്കിയെ പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നു, നടക്കുന്നില്ല. ഫ്രങ്കി അത് നിന്നിട്ട് ഫെർമീന് പാസ് കൊടുക്കുന്നു. ഫെർമീൻ അത് ലെഫ്റ്റിലേക്ക് നീക്കുന്നു. ആർക്ക്? റഫീനിയെ കൊടുക്കുകയാണ്. അപ്പോൾ ഈ കൗണ്ടർ അറ്റാക്ക് ചെയ്യുമ്പോൾ ബൊറൂഷ്യ ഡോർട്ട്മുണ്ടിൻ്റെ അവിടെ ഏക്കേഴ്സ് ഓഫ് സ്പേസ് ഉണ്ട്. മാത്രമല്ല ലെമീനാണെങ്കിലും റഫീനിയാണെങ്കിലും വൈഡായിട്ട് നിൽക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള കൗണ്ടർ അറ്റാക്കിങ് അവസരങ്ങൾക്കായിട്ട്. അങ്ങനെ റഫീനിയെ കട്ട് ഇൻസൈഡ് ചെയ്ത് വരുന്നു. അദ്ദേഹത്തിന് റൈറ്റ് ഫുട്ട് കൊണ്ട് വേണമെങ്കിൽ ഷോട്ട് അറ്റംപ്റ്റ് ചെയ്യാമായിരുന്നു. അതിന് പകരം അദ്ദേഹം ലെവയ്ക്ക് പാസ് കൊടുത്തു. അത് ഇൻ്റർസെപ്റ്റ് ചെയ്തു. അങ്ങനത്തെ ഒരു ചാൻസ് കിട്ടിയാണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് ഹാഫിലെ കഥകൾ. ഇനി സെക്കൻഡ് ഹാഫിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ അടിയമി ഇപ്പോൾ റെഡ് കാർഡ് വാങ്ങുന്നില്ല നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ മാറ്റുന്നു. മാക്സിമം ബയറിനെ കൊണ്ടുവരുന്നു. ആൾ റൈറ്റ് വിങ്ങിൽ കളിക്കുന്നു. ലെഫ്റ്റ് വിങ്ങിൽ ഗിറ്റൻസ് കളിക്കുന്ന ഒരു അവസരം നമ്മൾ കാണുന്നു. അങ്ങനെ ഗിറ്റൻസ് ഒന്ന് സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ ഒന്ന് കട്ടിങ്സ് എടുത്തിട്ട് ഒരു ഷോട്ടൊക്കെ അൺലീഷ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണ്, ഷെസ്നി അംശോളം ഒരു തരത്തിലും ഒന്നും ആൾ ത്രട്ടൻ ചെയ്യുന്നില്ല. ഷെസ്നി ബാഴ്സലോണയ്ക്ക് വേണ്ടി ഡെബ്യൂ നടത്തിയതിന് ശേഷം 22 മത്സരങ്ങളെങ്ങാനായി എന്നുള്ളതാണ്. ഇതുവരെ തോൽവി അറിഞ്ഞിട്ടില്ല. എങ്ങനെ അറിയാനാണ്? ആൾ നല്ല രീതിയിൽ സേവുകൾ പുൾ ഓഫ് ചെയ്യാൻ കെൽപ്പുള്ളവനാണ്. പക്ഷേ ഇതിലൊന്നും കാര്യമായിട്ട് സേവുകൾ പുൾ ഓഫ് ചെയ്യേണ്ട അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല ചങ്ങായി ബോറടിച്ചപ്പോൾ ഒരു ട്രിക്കും കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കുന്നതാണ് നമുക്ക് ഓൺ ദ ബോളൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എങ്ങനെയാണ് ഗോൾ വരുന്നത്? സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ തന്നെ ഗോൾ വരുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അത് കോബലിൻ്റെ കിക്ക് ഗിരാസി പിന്നെ ആ ഒരു ഹാഫിൻ്റെ അടുത്ത് ഹെഡർ വിൻ ചെയ്യുന്നു. അത് ചക്കോമേക്കയിലേക്കാണ് വന്നുകൊണ്ടായിരുന്നത്. ചക്കോമേക്ക അവിടെ പൊസഷൻ ഹോൾഡ് ചെയ്യുന്നതിന് പകരം ഫ്ലിക്ക് നടത്തിയിട്ട് ആ രീതിയിൽ ഫ്ലിക്കിൻ്റെ ടീമിനെതിരെ മൂവ് നടത്താനുള്ള ശ്രമം നടത്തിയാണ്. ആ ഫ്ലിക്ക് ഇൻ്റർസെപ്റ്റ് ചെയ്തു ബാഴ്സലോണ. അതായത് സ്ലോപ്പി ആയിട്ട് പൊസഷൻ ഗിവ് അവേ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ബൊറൂഷ്യ ഡോർട്ട്മുണ്ടിൻ്റെ പല ഗോളുകൾ കൺസിഡർ ചെയ്തതിൽ മിക്കതിലും അവരുടെ സ്ലോപ്പിനെസ് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ ആ ബോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പെഡ്രി ലമീൻ യമാലിന് കൊടുക്കുന്നു. ലമീൻ യമാൽ റൈറ്റിൽ ബോൾ റിസീവ് ചെയ്തിട്ട് ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ റഫീനിയ
അഗൈൻ അദ്ദേഹത്തിൻ്റെ പാക്കേജിലുള്ളതാണല്ലോ അൺലിമിറ്റഡ് റണ്ണുകൾ. അപ്പോൾ ആ ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് അദ്ദേഹം റണ്ണുകൾ നടത്തുമ്പോൾ അദ്ദേഹം കാണിക്കുന്നുണ്ട്, കൈ കാണിക്കുന്നുണ്ട് ബോൾ കൊടുക്കാനായിട്ട്. അപ്പോൾ ലെമിൻ യമാലിൻ്റെ ഡീപ്പ് ക്രോസ് നമ്മൾ കാണുന്നു. റഫീനിയുടെ റണ്ണ് റിയേഴ്സൺ എന്ന് പറയുന്ന ഫുൾ ബാക്ക് കണ്ടുപോലും ഇല്ല. ആൾ ബോൾ വാച്ചിങ് ആണ്. എന്താണ് ലെമീൻ കാണുന്നത് എന്നുള്ളത് ഞാനൊന്ന് കാണട്ടെ എന്ന രീതിയിൽ, ചങ്ങായി നല്ലൊരു പ്ലെയർ ആണല്ലോ, അപ്പോൾ ഞാനൊന്ന് കണ്ടു നോക്കാം എന്താണ് ചെയ്യാൻ പോകുന്ന രീതിയിലാണ് റിയേഴ്സൺ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ആ ഡീപ്പ് ക്രോസ് ഹെഡ് ചെയ്യുന്നു, ഹെഡർ വിൻ ചെയ്യുന്നത് റഫീനിയാണ്. റഫീനിക്ക് വേണമെങ്കിൽ അത് ഗോൾ അടിക്കാൻ ശ്രമിക്കാൻ പറ്റും, പക്ഷേ അത് അത്ര നല്ലൊരു ആംഗിൾ അല്ലല്ലോ. അപ്പോൾ അദ്ദേഹം ആ ഒരു 6 സൈഡിലേക്ക് ഹെഡ് ചെയ്ത് കൊടുക്കുന്നു. ലെവയെ സംബന്ധിച്ചോളം ടാപ്പിൻ ഹെഡർ എന്ന് പറയുന്ന തരത്തിലുള്ള സംഭവം. അങ്ങനെ റൈറ്റ് പ്ലേസിൽ റൈറ്റ് ടൈമിൽ ചങ്ങായി നിൽക്കുന്നു, ആൾ ഗോൾ അടിക്കുന്നു. അങ്ങനെ റഫീനിയ ഗോളും അസിസ്റ്റും ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ് ഈ മത്സരത്തിൽ. 2-0 ആയി. പിന്നെ ബൊറൂഷ്യ ഡോട്ട്മണ്ടിന് ഒരു തിരിച്ചുവരവ് സാധ്യമല്ല എന്ന രീതിയിലാണ് അവർ കളിക്കുന്നുണ്ടായിരുന്നത്. ഒരു 58-ാം മിനിറ്റിലൊരു ചിത്രം ഞാൻ കാണിച്ചു തരാം. 4 ബാഴ്സലോണ പ്ലേയേഴ്സ് ആ ഒരു ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ കമ്പൈൻ ചെയ്ത് ഇങ്ങനെ കളിക്കുകയാണ്. അവരിങ്ങനെ തട്ടി കളിക്കുന്ന അവസരം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാഴ്സലോണയുടെ ലൈന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പെർഫെക്റ്റ് ഹൈ ലൈനാണ് അവർ കീപ്പ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഈ ഹൈ ലൈനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ലോങ് ബോളുകളോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല ബൊറൂഷ്യ ഡോട്ട്മണ്ട്. അവർക്ക് പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് വിങ്ങിൽ, പക്ഷേ അതൊന്നും അവർ എന്താണ് ഓഫ് സൈഡ് ആകുമായിരിക്കും, പക്ഷേ ത്രട്ടൻ ചെയ്യണ്ടേ അല്ലെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ, അത് അവർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ബാഴ്സലോണ കൗണ്ടർ പ്രസ് മികച്ചതായിരുന്നു, അങ്ങനെ അവസരങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നു വേണമെങ്കിലും പറയാനും. ഫ്രങ്കിയുടെ ഒരു ടേണൊക്കെ ഉണ്ടായിരുന്നു, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടേൺ. വാവ്, ഭയങ്കര സൈഡ് അദ്ദേഹം ടേൺ ചെയ്ത് പോകുന്ന അവസരം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ 63-ാമത്തെ മിനിറ്റിൽ ഫെർമിന് കിട്ടിയിട്ടുള്ള ചാൻസ്, അതൊരു ഗ്രേറ്റ് ചാൻസ് ആയിരുന്നു. അതായത് എന്താണ്, ഇനിഗോ മാർട്ടിനസിൻ്റെ ഡിഫൻസിൽ നിന്നുള്ള ഡയഗണൽ ലെമീൻ യമാലിലേക്ക് കൊടുക്കുകയാണ്, റൈറ്റ് വിങ്ങിൽ നിൽക്കുന്ന ലെമീനിലേക്ക്. അങ്ങനെ ലെമീൻ്റെ മുന്നിലൂടെ അപ്പോഴത്തേക്കും ഓവർലാപ്പിംഗ് റണ്ണ് കൂണ്ടി നടത്താൻ റെഡി ആയിട്ട് നിൽക്കുകയാണല്ലോ. അങ്ങനെ ലെമീന് ബാക്ക് ഹീൽ പാസ് കൊടുക്കുകയാണ് കൂണ്ടേക്ക്. കൂണ്ടിയുടെ ക്രോസ് ബോക്സിലേക്ക് വന്നത് അത്ര നല്ല ക്രോസ് ആയിരുന്നില്ല. ഏർലി ക്രോസ് കൊടുത്താണ്, പക്ഷേ അത്ര നല്ല ക്രോസ് ആയിരുന്നില്ല. അത് ഇൻ്റർസെപ്റ്റ് ചെയ്തു. പക്ഷേ ഇൻ്റർസെപ്റ്റ് ചെയ്തത് എംറെ ചാൻ, നമുക്കറിയാം ഒരു മിഡ്ഫീൽഡർ ആണ്, പക്ഷേ ഡിഫൻസിലാണ് കളിക്കുന്നുണ്ടായിരുന്നത്. ആളുടെ ആ ഒരു ഇൻ്റർസെപ്ഷനും വളരെ വീക്കായിട്ടുള്ള സാധനം. നേരെ അത് അടിച്ച് കളയുക അല്ലെങ്കിൽ നല്ലൊരു പാസ് കൊടുക്കുക എന്നതിന് പകരം ആളത് നേരെ ബാഴ്സലോണ പ്ലെയർക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് പെഡ്രി അല്ലേ മുതൽ പെഡ്രി ഫെർമീനെ പിക്ക് ചെയ്യുന്നു ബോക്സിൽ. ഫെർമീനെ സംബന്ധിച്ചോളം നല്ലൊരു അറ്റംപ്റ്റ് നടത്തി, പക്ഷേ അത് പോസ്റ്റിനെ വെച്ചിട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതൊരു ഗോളായിരുന്നെങ്കിൽ ഫെർമീനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമായിപ്പോയി. എന്തായാലും അത് അഗെയിൻ സൂയിസൈഡിലാണ് ബൊറൂഷ്യ ഡോട്ട്മണ്ട്. ഈ മത്സരത്തിൽ ഒരുപാട് അവസരങ്ങൾ ഈ ചങ്ങായിമാർ ഇങ്ങനെ സൂയിസൈഡിൽ ഫുട്ബോൾ കളിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം മറ്റൊരു ഓപ്പർച്യൂണിറ്റി കൂടി ഫെർമീന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതാണെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന മറ്റാരുമല്ല, ലെമീൻ യമാൽ തന്നെ. ലെമീൻ യമാലിൻ്റെ യമാലേഷ്യസ് ഡ്രിബിളിങ് നമ്മൾ വീണ്ടും കാണുന്നു. ആൾ എന്നിട്ടൊരു ക്രോസ് ബോക്സിലേക്ക് കൊടുക്കുന്നത് ഫെർമീനിലേക്ക് വന്ന് വീഴുന്നു. ഫെർമീൻ്റെ അറ്റംപ്റ്റ് ബ്ലോക്ക് ചെയ്യപ്പെടുന്നു, റീബൗണ്ട് അദ്ദേഹം അടിക്കുന്നു. അത് ബാറിന് മംഗളൂരിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ബാഴ്സലോണ ഇങ്ങനെ ത്രട്ടൻ ചെയ്യുകയാണ്. ഡോട്ട്മണ്ട് ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള ധാരണയിലാണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ലെവൻഡോസ്കി ഗോൾ അടിക്കുന്നത്. ലെവൻഡോസ്കിയുടെ ഗോൾ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ അഗെയിൻ കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോളാണ്. അപ്പോൾ ഡോട്ട്മണ്ടിൻ്റെ ക്രോസ് ബാഴ്സലോണ ഡിഫെൻഡ് ചെയ്യുന്നു. അഗെയിൻ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നത് മറ്റാരുമല്ല, ഫ്രങ്കി ഡിയോങ്ങാണ്. ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസുകൾ നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ബോക്സിൽ ഇൻ്റർസെപ്ഷൻ നടന്നത് ഫ്രങ്കിയാണ്. റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ഫെർമീനിലേക്ക് ബോൾ എത്തുന്നു. ബാഴ്സലോണയുടെ ഏരിയയിൽ നിന്ന് ആൾ ബോൾ റിസീവ് ചെയ്യുന്നു. ഏക്കേഴ്സ് ഓഫ് സ്പേസ് ഉണ്ട്. കാരണം ഡോട്ട്മണ്ട് ആ ഒരു 2-0 നിൽക്കുമ്പോൾ അവർ വീണ്ടും ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യാണ്. അവരുടെ ആ ഒരു എന്താ പറയുക, കുറച്ചുകൂടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് ഒന്ന് കണ്ടെയ്ൻ ചെയ്ത് കളിക്കാനാണ് നോക്കേണ്ടത്, അല്ലെങ്കിൽ കൗണ്ടർ അറ്റാക്ക് ചെയ്യാനൊക്കെയാണ് നോക്കേണ്ടത്. അതൊന്നും എല്ലാവരും ചെയ്യുന്നത്. അവർ ഭയങ്കര ഓപ്പണായിരുന്നു. ഓപ്പൺ ആയി കഴിഞ്ഞാൽ പണി കിട്ടുമല്ലോ. അവർക്ക് ആ 2-0 തോൽവിയൊക്കെ ആയിട്ട് പിന്നെ തിരിച്ചു പോയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ചാൻസ് ഉണ്ടായേനെ. ഇത് ഇവന്മാർ ഭയങ്കര ഓപ്പണായിരുന്നു. ഫെർമീൻ അതുമായിട്ട് പോകുന്നു. ഫെർമീൻ അത് ലെമീൻ കൊടുക്കുകയാണ്. ലെമീൻ കൊടുത്തപ്പോൾ അത് നമ്മൾ വിചാരിച്ചത് എന്താണ്, ആ ഒരു അറ്റാക്ക് ഇനിയിപ്പോൾ സ്ലോ ആയി എന്നുള്ളത്. പക്ഷേ ഫെർമീൻ അതിൻ്റെ റണ്ണ് തുടർന്നിട്ടുണ്ടായിരുന്നു റൈറ്റിലൂടെ. ലെമീൻ യമാലിൻ്റെ പാസ്, വാട്ട് എ പാസ് മാൻ, ഇഞ്ച് പെർഫെക്റ്റ് പാസ്. അതിൻ്റെ വിഷൻ ഫാന്റാസ്റ്റിക് ആണ്. ഫെർമീൻ കട്ട് ബാക്ക് കൊടുക്കുന്നു, ലെവൻഡോസ്കി ഫിനിഷ് ചെയ്യുന്നു. വാട്ട് എ ഗോൾ. അതിൽ തന്നെ ലെമീൻ യമാലിന് എന്താണ് ഇതിന് അസിസ്റ്റ് കിട്ടില്ല, പക്ഷേ ഈ ഗോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ലെമീൻ യമാലാണ്. അദ്ദേഹത്തിൻ്റെ വിഷനാണ്. ഫെർമീൻ്റെ റണ്ണിങ്ങിന് നമുക്ക് ക്രെഡിറ്റ് കൊടുക്കാം, അദ്ദേഹത്തിൻ്റെ ആ ഒരു ചോയ്സ് ഓഫ് പാസിന് ക്രെഡിറ്റ് കൊടുക്കാം. എന്നാലും ലെമീൻ്റെ ആ പാസ്സാണ് ആ ഗോൾ ക്രിയേറ്റ് ചെയ്തത്. അതേപോലെ തന്നെയാണ് ലെവൻഡോസ്കിയുടെ ഫസ്റ്റ് ഗോളിലും ലെമീനാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ അതൊന്നും ചിലപ്പോൾ സ്റ്റാറ്റിൽ നമുക്ക് കണ്ടുകൊള്ളണമെന്നില്ല. ഇങ്ങനത്തെ കുറേ പരിപാടികൾ ലെമീൻ യമാൽ ചെയ്യുന്നുണ്ട്, പെഡ്രി ആ ഗ്രൗണ്ടിൽ ചെയ്യുന്നുണ്ട്, ഫെർമീൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഫെർമീൻ അറ്റ്ലീസ്റ്റ് ഒരു അസിസ്റ്റ് അദ്ദേഹത്തിൻ്റെ പേരിൽ കിട്ടിയ ഒരു അവസരത്തിൽ 3-0 ആയി. ലെവൻഡോസ്കിയുടെ ഡബിൾ നമ്മൾ കണ്ടിരിക്കുകയാണ്. ബാഴ്സലോണയ്ക്ക് വേണ്ടിയിട്ട് 99 ഗോളുകൾ ചങ്ങായി അടിച്ചു വിട്ടിരിക്കുകയാണ്. 99 ഗോളുകൾ. 100ാമത്തെ എപ്പോഴാണോ വരാൻ പോകുന്നത്, ഉടനെ തന്നെ വരും. പിന്നെ ലെവൻഡോസ്കി ഡിഫെൻസീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഡിഫെൻസീവ് ഹെഡർ അദ്ദേഹം നടത്തുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ചേഞ്ചസും കാര്യങ്ങളും വരുത്തിയിട്ടുണ്ടായിരുന്നു ബാഴ്സലോണ. ഗാവിനെ കൊണ്ടുവന്നായിരുന്നു ഫെർമീന് പകരമായിട്ട് 74ാമത്തെ മിനിറ്റിൽ. 77ാമത്തെ മിനിറ്റിലാണ് 4ാമത്തെ ഗോൾ വന്നിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് ഗാവി വന്നിട്ടുണ്ടായിരുന്നു. ബൊറൂഷ്യ ഡോട്ട്മണ്ട് കുറേ ചേഞ്ചസ് വരുത്തി നോക്കി. റെയ്നെ കൊണ്ടുവരുന്നു, ചക്കോമൊക്കെ പിൻവലിച്ചിട്ട്, പിന്നെ സാലിയോസ് ഖാനെ കൊണ്ടുവരുന്നു, മെച്ചയെ പിൻവലിച്ചിട്ട്. പിന്നെന്താണ്, ഈ 77ാമത്തെ മിനിറ്റിൽ 4ാമത്തെ ഗോൾ വന്നതിന് ശേഷം
കുറേ പ്ലേസിന് റെസ്റ്റ് കൊടുക്കാൻ തീരുമാനിക്കുന്നു. പെഡ്രിനെ പിൻവലിക്കുന്നു, ഗാർസിയെ കൊണ്ടുവരുന്നു, അറൂഹനെ കൊണ്ടുവരുന്നു, ഇനീഗോയെ പിൻവലിച്ചിട്ട്, ഫെറാനെ കൊണ്ടുവരുന്നു, ലെവയെ പിൻവലിച്ചിട്ട്, ആൻസു ഫാറ്റിയെ കൊണ്ടുവരുന്നു, പിന്നെ ലമീനെ പിൻവലിച്ചിട്ട്, ഇത്തരത്തിലുള്ള ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു. ഇനി എങ്ങനെയാണ് ലമീൻ്റെ ഗോള് വന്നിട്ടുണ്ടായിരുന്നത്? അത് അഗെയിൻ എന്താ പറയുക, അതൊരു സൂയിസൈഡൽ ബാക്ക് പാസ് ഹൂലിയൻ ബ്രാൻഡ് നടത്തിയ വഴിയിലൂടെയാണ് ആ ഗോൾ വന്നിട്ടുള്ളത്. ബൊറൂഷ്യ ഡോർട്ട്മുണ്ടിനടുത്ത് പൊസഷനാണ്, ബാക്ക് പാസ് കൊടുത്താണ് ലെവൻഡോസ്കി ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ലെഫ്റ്റിലൂടെ റഫീനിയ റൺ ചെയ്യുന്നത്, റഫീനിയ കൊടുക്കുന്നു. റഫീനിയ ബ്യൂട്ടിഫുള്ളായിട്ട് ലെമീനെ റിലീസ് ചെയ്യണം. ആ പാസ് എക്സ്ക്വിസിറ്റ് പാസ്സാണ്. ലെമീനെ സംബന്ധിച്ചോളം എന്താ കമ്പോഷർ ബോക്സിൽ ചില സാധനങ്ങൾ അദ്ദേഹം കാഴ്ചവെക്കാറില്ലല്ലോ. ഇത്തവണ അദ്ദേഹം എന്താ ചെയ്യുന്നത് വെച്ചാൽ പോക്ക് ചെയ്ത് ഫിനിഷ് ചെയ്യാൻ വിചാരിച്ചു. പെൻസിലുത്തെന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ, അങ്ങനത്തെ ഒരു സാധനം. അങ്ങനെ അത് ഫിനിഷ് ചെയ്യുന്നു, സെലിബ്രേറ്റ് ചെയ്യുന്നു. ഡോട്ട്മുണ്ടിനെ സംബന്ധിച്ചിടത്തോളം സൂയിസൈഡൽ ഫുട്ബോൾ വൺസ് അഗൈൻ. ബാഴ്സലോണയ്ക്കെതിരെയാണ് അവന്മാർ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ബാഴ്സലോണ ആ മിഡ്ഫീൽഡർ റിതം പോയപ്പോൾ കുറച്ച് ചാൻസ് അവർ ക്രിയേറ്റ് ചെയ്തു. അതിലാണ് ഞാൻ പറഞ്ഞ പോലെ അരൂഹോൻ്റെ ബ്ലോക്കുകൾ നമ്മളുണ്ടായിരുന്നു. ബാൽഡയുടെ അടുത്ത് ബോൾ നഷ്ടപ്പെടുന്നു, ബോക്സിലേക്ക് ക്രോസ് കൊടുക്കുന്നു, 2 ക്വിക്ക് സക്സഷനിൽ ബ്ലോക്കുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു അരൂഹോ. ഫാന്റാസ്റ്റിക് ഡിഫെൻഡിങ്, ഫെറാൻ ടോറസിൻ്റെ ഡിഫെൻഡിങ് നമ്മൾ കാണുന്നു. അങ്ങനെ ആ ക്ലീൻ ഷീറ്റ് അവരവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഷെസ്നിയെ സംബന്ധിച്ചുള്ള കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടായിരുന്നോ? ഇല്ല. അതാണ് എടുത്തു പറഞ്ഞതായിട്ടുള്ള മറ്റൊരു സംഭവം. ഇനി മത്സരത്തിലെ സ്റ്റാറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം 18 അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ട്, 10 ടാർഗറ്റിലേക്ക് അടിച്ചിട്ടുണ്ട്. ബൊറൂഷ്യ ഡോർട്ട്മുണ്ട് 13 അറ്റംപ്റ്റുകൾ നടത്തിയതിൽ 3 മാത്രമേ അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചുള്ളൂ. അപ്പോൾ എന്താണ്, ബാഴ്സലോണ അവരുടെ അറ്റ്മോസ്റ്റ് ബെസ്റ്റിലല്ല ഈ മത്സരത്തിൽ കളിച്ചിട്ടുള്ളത്. അതായത് ഒരു തേർഡ് ഗിയറിലായിരുന്നു അവർ പലപ്പോഴും ഉണ്ടായിരുന്നത്. ചിലപ്പോഴൊക്കെ ഗിയർ മാറ്റി കളിക്കുന്നുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞ ഇൻറ്റൻസിറ്റി കൂടുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഓവറോൾ അവർക്ക് വല്ലാത്ത രീതിയിൽ പെർഫോം ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അല്ലാതെ തന്നെ ഡോട്ട്മുണ്ട് സൂയിസൈഡ് ഫുട്ബോളാണ് കളിക്കുന്നുണ്ടായിരുന്നത്. ഡോട്ട്മുണ്ട് കാര്യങ്ങൾ എളുപ്പമായി കൊടുത്തിട്ടായിരുന്നു ബാഴ്സലോണ. പക്ഷേ ഞാൻ എന്താ പറഞ്ഞത്, ഇന്റർ മിലാനെതിരെ കാര്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അഥവാ ഇന്റർ മിലാനാണ് ക്വാളിഫൈ ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ ഫ്രണ്ട് 3 എമർസൺ പൂണ്ട് വിളയാട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ ഫ്രണ്ട് 3യും വിളയാടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ലെവൻഡോസ്കി 40 ഗോളുകൾ, റഫീനിയയുടെ ഗോൾ കോൺട്രിബ്യൂഷൻസ് 48 ഗോൾ കോൺട്രിബ്യൂഷൻസ്, ലമീൻ യമാലിൻ്റെ 35 ഗോൾ കോൺട്രിബ്യൂഷൻസ്. റഫീനിയ കുറച്ച് ഇത്തിരി ഫോമിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, അത് തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. 2 അസിസ്റ്റും 1 ഗോളും. അതായത് 11 ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളിൽ നിന്ന് 19 ഗോൾ കോൺട്രിബ്യൂഷൻസ്, 12 ഗോളുകളും 7 അസിസ്റ്റുകളും. ബാഴ്സലോണയ്ക്ക് വേണ്ടിയിട്ട് ചാമ്പ്യൻസ് ലീഗിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള ആ മഹാനായിട്ടുള്ള സാക്ഷാൽ ലിയോണൽ മെസ്സിക്കൊപ്പം എത്തിയിരിക്കുകയാണ് റഫീനിയ. ഇത് വേറെ ഫോമാറ്റാണ്, ഇത് വേറെ ഫോമാറ്റാണെന്ന് പറയുമ്പോഴും 11 മത്സരങ്ങളിൽ നിന്നാണ് അന്ന് ലിയോണൽ മെസ്സി 11-12 സീസണിൽ 14 ഗോളും 5 അസിസ്റ്റുകളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ റഫീനിയ 19 ഗോളുകൾ, 11 മത്സരങ്ങൾ അടിച്ചിരിക്കാൻ ഇനിയും മത്സരങ്ങൾ ബാക്കിയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. അപ്പോൾ അത് തകർക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. റഫീനിയ അമ്മാതിരി പെർഫോമൻസാണ് ചാമ്പ്യൻസ് ലീഗിൽ ക്ലച്ച് മൊമെൻറ്റ്സിൽ ബാഴ്സലോണയ്ക്ക് വേണ്ടി ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ഒരു മോഷ്ടിച്ച ഗോളും ഉണ്ട്, വേണമെങ്കിൽ അങ്ങനെ പറയാം. അത് ആ ഒരു രീതിയിൽ കണ്ടാൽ മതി, ഫണ്ണായിട്ട് കണ്ടാൽ മതി. കുബാർസിയോട് ചങ്ങായി മാപ്പൊക്കെ പറഞ്ഞിരുന്നതാണ് മത്സരത്തിന് ശേഷം പറഞ്ഞത്. അപ്പോൾ ഇഞ്ചുറി പറ്റാണ്ടിരിക്കട്ടെ, ട്രബിൾ സ്വപ്നം അതേപോലെ നിലകൊള്ളുകയാണ്. അപ്പോൾ എന്തായാലും ബാഴ്സലോണ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അഗനി അവർ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്താണ്, ഹാൻസി ഫ്ലിക്ക് അവർക്ക് വല്ലാത്ത പ്രതീക്ഷ കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചാമ്പ്യൻസ് ലീഗ് അടിച്ചില്ലെങ്കിലും അവർ വേറെ ട്രോഫികൾ ഈ സീസണിൽ തന്നെ അടിക്കുന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന സംബന്ധമാണ്. മാത്രമല്ല ചാമ്പ്യൻസ് ലീഗിൽ നല്ല രീതിയിലുള്ള ചാൻസ് ബാഴ്സലോണയ്ക്ക് ഉണ്ടല്ലോ. എന്തായാലും ബ്യൂട്ടിഫുൾ ഫുട്ബോളാണ് അവർ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി PSG മത്സരത്തെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മത്സരത്തെ നമുക്ക് കാണാം. ഗുഡ് ബൈ.